സ്കൂൾ ബസ്സിന് വീട്ടിലെത്തുന്ന കുട്ടിയെ ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ സ്കൂളിലെ കാര്യം ചോദിച്ച് വിഷമിപ്പിക്കരുത്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടിയോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കരുത് എന്ന് നമുക്ക് നോക്കാം. സ്കൂൾ വിട്ട് 5-10 മിനിറ്റിനുള്ളിൽ പതിവായി ക്ലാസ് ടീച്ചറിനെ വിളിച്ച് കുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു പേരന്റിനെ എനിക്കറിയാം. സ്കൂൾ ബസ്സിന് വീട്ടിലെത്തുന്ന കുട്ടിയെ ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ സ്കൂളിലെ കാര്യം ചോദിച്ച് വിഷമിപ്പിക്കരുത്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടിയോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കരുത് എന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അവർക്ക് സമയമെടുത്ത് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. ഉദാഹരണത്തിന്, ഇന്നത്തെ ദിവസം എന്തായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ഇന്റർവെൽ ടൈം എങ്ങനെയിരുന്നു? ഇന്ന് മോനെ ഹാപ്പി ആക്കിയതോ സാഡ് ആക്കിയതോ ആയ എന്തെങ്കിലും കാര്യമുണ്ടായോ? ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ സമയം കിട്ടിയോ? എന്തെങ്കിലും തമാശ ക്ലാസ്സിലുണ്ടായോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവരുടെ താല്പര്യങ്ങളെയും ആക്ടിവിറ്റീസിനെയും നിങ്ങൾ വിലമതിക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് ബോധ്യമാകും. ഇത് കുട്ടിക്ക് വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടാക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണെങ്കിൽ, ഇന്ന് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുണ്ടായോ? നീ അതിനെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? തീരുമാനം എന്തായിരുന്നു? എന്നൊക്കെ ചോദിക്കാം. അല്ലാതെ ഇന്ന് നല്ല ദിവസമായിരുന്നോ, ഹോംവർക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. സ്കൂളിൽ നിന്ന് നന്നായിട്ട് പെരുമാറിയോ, കുരുത്തക്കേട് വല്ലതും കാണിച്ചോ, ഇത്തരം ചോദ്യങ്ങളും നല്ലതല്ല. ഒന്നാമത്, ഇത് ഒറ്റ വാക്കിൽ മാത്രം ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല, ഇത് കുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. കുട്ടിക്ക് അവന്റെ മനസ്സിൽ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടി പറയാൻ തോന്നില്ല. അതുമല്ല, അവനിൽ മാതാപിതാക്കൾക്ക് വിശ്വാസമില്ല എന്ന തോന്നൽ കൂടി ഉണ്ടാക്കും. വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഇന്ന് സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു? നീ എന്തൊക്കെയാണ് ചെയ്തത്? കുഞ്ഞിന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതൊരു ഭാരിച്ച കാര്യമാണ്. അതുകൊണ്ട് റെസ്പോൺസും കുറവായിരിക്കും. മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ല. ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ മിടുക്കനായി പെരുമാറിയോ? ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാ കിട്ടിയത്? എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം. ഫോണും മറ്റു വർക്കുകളും മാറ്റിവെച്ച് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവൻ്റെ സംസാരം കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന തോന്നൽ കുട്ടിക്കുണ്ടാകണം. അവരുടെ ഇമോഷൻസും ഫീലിങ്സും തോട്ട്സും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുന്നതായി തോന്നണം. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയൊക്കെ പരിഹരിക്കാമായിരുന്നു എന്ന് ചോദ്യങ്ങളിലൂടെ കുട്ടിയെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പഠിപ്പിക്കണം. കുട്ടിയെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പഠിപ്പിക്കുക. കളിക്കാനും പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സമയം നിശ്ചയിച്ച് ഒരു ഹോം ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും ചെറുപ്പം മുതൽ തന്നെ കുട്ടിയെ പരിശീലിപ്പിക്കുക. പിന്നീട് നിർബന്ധിക്കാതെ തന്നെ അത് കുട്ടിയുടെ ശീലമായിക്കൊള്ളും.